ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. JCNDFT വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ ദൈവം കൃപ ചെയ്തതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പൻ നിത്യതയിൽ ജീവനോടെ രാജാവായി ഇരിക്കുമ്പോൾ മകന് രാജാവാകാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത് കാലാകാലങ്ങളായിട്ട് തൃത്വക്കാര് പറയുന്നതാണ്. രാജാവ്, ഇസ്രായേലിന്റെ രാജാവ് യേശുക്രിസ്തു ആണെന്ന് പറയും. ചില സമയത്ത് യഹോവയാണെന്ന് പറയുന്നു. അപ്പൊ നമ്മള് അതുമായി ബന്ധപ്പെട്ട് പല പല ചോദ്യങ്ങളും പല ആശയ വിനിമയങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഈ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഈ തൃത്വക്കാർ പറയുന്നു, രണ്ടു പേരുണ്ടെങ്കിലേ അത് സംഭവിക്കത്തുള്ളൂ, അല്ലെങ്കിൽ രണ്ട് ആളത്തങ്ങൾ ഉണ്ടെങ്കിലേ അത് സംഭവിക്കത്തുള്ളൂ എന്ന് കാലാകാലങ്ങളായി അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ നമ്മള് ഇവിടെ പാനലിൽ ഇതിന് ആൻസർ നൽകുവാനായിട്ട് നമ്മുടെ പാസ്റ്റർമാർ എല്ലാവരും വന്ന് ചേർന്നിട്ടുണ്ട്. ജോയ് പാസ്റ്റർ ഉണ്ട്, വിൽസൺ ബ്രദർ ഉണ്ട്, അതുപോലെ ജോസോറീസ് പാസ്റ്റർ ഉണ്ട്, സൈമൺ ബ്രദർ ഉണ്ട്. അവരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അവരവരുടേതായ ആശയങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നതാണ്. അപ്പം ഞാൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ആ ജോലിയിലേക്ക് ഞാൻ കിടക്കുകയാണ്. ചോദ്യം ചോദിക്കുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കാൻ പോവുകയാണ്. അതായത്, പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ യഹോവയാണല്ലോ രാജാവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ചോദിക്കുന്നു, ഇസ്രായേലിന്റെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് മത്തായിയുടെ സുവിശേഷം 2:2 നമ്മൾ കാണുന്നു. അപ്പോ പഴയ നിയമത്തിൽ യഹോവ രാജാവും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു രാജാവുമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇസ്രായേലിന്റെ രാജാവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ നമ്മൾ അവിടെ ചിന്തിക്കുമ്പോൾ യഹോവയും ഒരു രാജാവാണോ, യേശു ക്രിസ്തു ഒരു രാജാവാണ്? അപ്പോ ഈ ട്രിനിറ്റിക്കാര് പറയുന്നത് പോലെ രണ്ട് രാജാക്കന്മാർ നമുക്കുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ജോയ് പാസ്റ്ററോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ജോയ് പാസ്റ്റർ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നമ്മുടെ സൈമൺ ബ്രദർ ഇപ്പോ പോകുന്നില്ല, ഓപ്പൺ ആണല്ലോ. സൈമൺ ബ്രദർ അത് കഴിഞ്ഞ് പോണമല്ലോ. അതുകൊണ്ട് സൈമൺ ബ്രദറിനോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഇദ്ദേഹത്തെ കിട്ടുന്നില്ല ഇടയ്ക്ക്. എന്നാൽ സൈമൺ ബ്രദർ പറഞ്ഞു. സൈമൺ ബ്രദറിന് ക്വസ്റ്റ്യൻ പറയാൻ കഴിയുമോ? ഓക്കെ, റെഡിയല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്റെ ചോദ്യം പഴയ നിയമത്തിലാണോ? ഒന്നും കൂടെ പറഞ്ഞ ചോദ്യം എന്താ? ചോദ്യം, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു യഹോവ രാജാവാണ് ഇസ്രായേലിന്റെ. അപ്പൊ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു മത്തായിയുടെ സുവിശേഷം 2:2 നമ്മൾ കാണുന്നു ഇസ്രായേലിന്റെ രാജാവ് യേശു ക്രിസ്തുവാണ്. അവൻ അതായത് ഇസ്രായേലിന്റെ രാജാവായി പിറന്നവൻ എവിടെ എന്നൊരു വാക്യമില്ലേ മത്തായിയുടെ സുവിശേഷം 2:2? അപ്പം ആ രാജാവും യഹോവ എന്ന രാജാവും, അപ്പൊ രണ്ട് രാജാക്കന്മാരില്ലേ? തൃത്വക്കാർ പറയുന്ന ഒരു രണ്ടാളത്വമുള്ള രണ്ട് രാജാക്കന്മാർ നമുക്കില്ലേ എന്നാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രാജാക്കന്മാർ നമുക്കുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഒരു രാജ്യത്തിൽ രണ്ട് രാജാക്കന്മാർ എന്നുള്ള ഒരു ഹിസ്റ്ററി ഇതുവരെ നമ്മളുടെ ഈ ഒരു ഇത്രയും നാളിനകത്ത് രാജാക്കന്മാരുടെയും ലൈഫൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. ഒരു രാജ്യത്തിന്റെ രണ്ട് രാജാക്കന്മാർ ഒരുമിച്ച് രാജ്യത്തിൽ രാജാവായി ഇരുന്നതായിട്ട് നമുക്ക് ഈ ലൗകിക രീതിയിൽ നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ പഴയ നിയമത്തിൽ കാണുമ്പോഴത്തേക്ക് ദ ലോർഡ് എക്സോഡസിനകത്ത് എക്സോഡസ് 15:18 ആരുടെ ശബ്ദമാണ് വരുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്? സ്റ്റീവ്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നുണ്ട്. വിൽസൺ ബ്രദറിന്റെ ഓക്കെ. അപ്പം ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ ഇല്ലയോ? അപ്പൊ എക്സോഡസ് 15:18 പറയുന്നത് ലോർഡ് ഷാൽ റെയിൻ ഫോർ എവർ ആൻഡ് എവർ. അപ്പം
പറയുന്ന കർത്താവ്, ഈ കർത്താവിന്റെ രാജ്യം ഫോർ എവർ ആൻഡ് എവർ ആണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഒരു ലൗകിക പിതാവ് ഉണ്ടെങ്കിൽ ആ പിതാവ് ഒന്നെങ്കിൽ വയസ്സായി, രോഗിയായി, അങ്ങനത്തെ ഒരു അവസ്ഥ ഇരിക്കുമ്പോഴത്തേക്ക് ഇനി രാജ്യം ഭരിക്കാനുള്ള ഒരു ഒരു ആരോഗ്യം ഇല്ല. അങ്ങനെ വരുമ്പം ഒന്നെങ്കിൽ ആരോഗ്യം ഇല്ലാത്ത ഒരു കാരണവശാൽ മകനെ രാജാവായി മാറ്റുകയും, അതല്ല ചിലപ്പം രാജാവ് മരിക്കുമ്പോഴത്തേക്ക് മകൻ രാജാവായി തീരുന്ന ഒരു അവസ്ഥയാണ് സാധാരണ ലൗകിക രീതിയിൽ നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു വ്യത്യാസമുണ്ട്. ദൈവം ആത്മാവായ സ്ഥിതിയിൽ ദൈവത്തിന് അങ്ങനെ ഒരു മരിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിക്കകത്ത് പഴയ നിയമത്തിനകത്ത് ഈ ലോർഡ് എന്ന് പറയുന്ന ആള് പറയുന്ന ഐ വിൽ റെയിൻ ഫോർ എവർ ആൻഡ് എവർ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ വേറൊരാൾക്ക് ഭരിക്കാനുള്ള ഒരു 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 സ്കോപ്പ് ഇല്ല. ഓക്കെ, അതുപോലെ നമ്മളെല്ലാം പഴയ നിയമത്തിനകത്ത് ഇപ്പം ഐസയാക്കകത്ത് 33:22 നോക്കുക. ഫോർ ദ ലോർഡ് ഈസ് അവർ ജഡ്ജ്, ദ ലോർഡ് ഈസ് അവർ ലോ ഗിവർ, ദ ലോർഡ് ഈസ് അവർ കിങ്, ഹി വിൽ സേവ് അസ്. അപ്പൊ ആ ലോർഡാണ് നമ്മളുടെ രാജാവും, ലോർഡ് തന്നെയാണ് നമ്മളെ രക്ഷിക്കാൻ ഉള്ളതെന്നുള്ള കാര്യം ബൈബിളിനകത്ത് പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നു. thus says the Lord, the King of Israel. അപ്പം വേറൊരു കാര്യം നമ്മൾ ഇസ്രായേലിന്റെ രാജാവാണെന്നും ഇത് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹിസ് റിഡീമർ ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. അപ്പം ആൻഡ് ബിസൈഡ് മീ ദർ ഈസ് നോ ഗോഡ് എന്നുള്ള കാര്യം അവിടെയും പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന രണ്ടുപേര് രാജ്യത്തിൽ രാജാവായി ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ബിസൈഡ് മീ ദർ ഈസ് നോ ഗോഡ് എന്നുള്ളെങ്കിൽ ഈ പറയുന്ന രാജാവ് ദൈവമായ സ്ഥിതിക്ക് വേറൊരു രണ്ടാമത്തെ ഒരാള് അവിടെ ഇല്ലെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അത് വെച്ച് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജാക്കന്മാർ മനുഷ്യർ പോലും സമ്മതിക്കാത്ത ഒരു ഇതിൽ ദൈവം രണ്ട് രാജാക്കന്മാരായിട്ട് പഴയ നിയമത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ കവർ ചെയ്തെന്ന് തോന്നുന്നു ഈ പോർഷൻ. ഇനി ബാക്കി നമുക്ക് അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ ഫോളോയിങ് ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്റെ ആൻസർ ചെയ്യാം. പഴയ നിയമത്തിനകത്ത് നമ്മൾ കാണുന്നത് ഒരു രാജാവേ ഉണ്ട്. ആ രാജാവ് കർത്താവാണ്. ആ കർത്താവ് നമ്മളുടെ ദൈവമാണ്. ആ കർത്താവ് നമ്മുടെ രക്ഷിതാവാണ്. ആ കർത്താവാണ് നമ്മളെ വീണ്ടെടുക്കുന്നത്. ഇതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ യഹോവ എന്നുള്ള ദ ലോർഡ് എന്ന് ക്യാപിറ്റലിൽ എഴുതിയിരിക്കുന്നത്, അതിനെ യഹോവ എന്ന് അഡോണായി എന്ന് പഴയ നിയമത്തിൽ പറയുന്നു, യഹോവ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത് നമുക്ക് കാണാം പഴയ നിയമത്തിൽ യഹോവയായിട്ടുള്ള ദൈവമേ ഉള്ളൂ. ആ ദൈവം നമ്മളുടെ നിത്യ ദൈവമാണെന്നുള്ള കാര്യം അവിടെ വ്യക്തമാവുന്നുണ്ട്. വേറൊരാൾ കൂടില്ലെന്നുള്ള കാര്യം വ്യക്തമാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സൈമൺ ബ്രദർ. നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 25:9 കാണുന്നു, അവൻ വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ ഒരു ദൈവം തന്നെയാണ് മനുഷ്യനായി വെളിപ്പെട്ട്, ആ ഒരു ദൈവം തന്നെ, അതായത് രണ്ട് ദൈവങ്ങളോ ആളത്വങ്ങളോ ഇല്ല, അല്ലെങ്കിൽ രണ്ട് രാജാക്കന്മാർ നമുക്കില്ല എന്ന് സൈമൺ ബ്രദർ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് നിത്യപിതാവ് എന്നാണ്. നിത്യപിതാവ് ഉണ്ടെങ്കിൽ നിത്യപുത്രൻ ഉണ്ടെന്നാണ് തൃത്വക്കാർ വാദിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആളത്വങ്ങൾ, അല്ലെങ്കിൽ ഈ രണ്ട് നിത്യപിതാവ് നമുക്കുണ്ടോ, അല്ലെങ്കിൽ നിത്യപുത്രനും ഉണ്ടോ? നിത്യപിതാവ് ഉണ്ടെങ്കിൽ ഒരു നിത്യപുത്രൻ ഉണ്ടെന്ന് വാദിക്കുന്ന തൃത്വക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ നിത്യപിതാവ് ഉള്ളപ്പോൾ ഒരു നിത്യപുത്രൻ വരണമെന്നും അവർ വാദിക്കുന്നുണ്ട്. കാരണം യേശുക്രിസ്തു ഒരു നിത്യപുത്രനാണ്, എന്നാൽ മാത്രമേ നമുക്കൊരു രക്ഷ സാധ്യമാവുകയുള്ളൂ എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ രണ്ട് പേരുണ്ടോ? അതായത് നിത്യനായ ഒരു പിതാവ്. അപ്പൊ യേശുക്രിസ്തുവിനെ നമുക്ക് പിതാവാക്കാൻ സാധിക്കുമോ? യേശുക്രിസ്തുവിനെ നിത്യപിതാവാക്കാൻ സാധിക്കുമോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ പിതാവ് യേശുക്രിസ്തു അല്ലേ, യേശുക്രിസ്തുവിനെ നമുക്ക് നിത്യപിതാവാക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ യഹോവയല്ലേ നിത്യപിതാവ്? അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അപ്പം ഈ രണ്ടിനെ എങ്ങനെയാണ് ജോയ് പാസ്റ്റർ ഇതിനെ കാണുന്നത്, എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. പാനലിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കും നന്ദി അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നിത്യപുത്രൻ എന്നുള്ള പദം തന്നെ ഒരു വ്യാജ പ്രയോഗമാണ്.
കാരണം നിത്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരംഭവും അവസാനവും ഇല്ലാത്തവൻ എന്നാണ്. പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രത്വത്തിന് ഒരു ആരംഭമുള്ളതായിട്ട് ബൈബിൾ വളരെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഇവൻ ജനിച്ചിരിക്കുന്നു. ഇന്ന് എന്ന ഒരാരംഭം അവനുണ്ട്. താൻ ജനിച്ചത് എന്നോ അന്ന്. അപ്പോ ആരംഭമുള്ളവൻ ഒരിക്കലും നിത്യൻ ആയിരിക്കില്ല. അപ്പൊ നിത്യപുത്രൻ എന്നുള്ള പദപ്രയോഗം തന്നെ ഭാഷാശാസ്ത്രം അനുസരിച്ച് തെറ്റായ ഒരു പ്രയോഗമാണ്. ദൈവം നിത്യനാ, പക്ഷെ പുത്രൻ നിത്യനല്ല. ഈ നിത്യപുത്രൻ എന്ന് തൃത്വബന്ധക്കോസുകാർ പഠിപ്പിക്കുന്നതിന്റെ ഒരു വാക്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ നിത്യ എന്നൊരു പ്രയോഗമുണ്ട്. അത് പുത്രനെ സംബന്ധിച്ചല്ല പറയുന്നത്, നിത്യജീവനെ സംബന്ധിച്ചാ പറയുന്നത്. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിത്യപുത്രൻ കടന്നു വന്നു എന്ന് ഒരു വാക്യമില്ല. പിന്നെ നിത്യപിതാവ് എന്ന് ദൈവജനത്തിൽ വാക്യമുണ്ട്. അപ്പോൾ ഈ നിത്യപിതാവ് എന്ന് പറയുന്നതും ഈ പുത്രൻ എന്ന് പറയുന്നതും തൃത്വക്കാര് അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുന്നത് പോലെ രണ്ട് വ്യക്തികൾ അല്ല, ഒരു വ്യക്തി ആണ്. ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്ന രണ്ട് പദവികളാണ് ഈ പിതാവ് എന്നുള്ളതും ഈ പുത്രൻ എന്നുള്ളതും. കാരണം പിതാവ് എന്നുള്ള പദവി സൃഷ്ടിയോടുള്ള ബന്ധത്തിലാണ് ആ പിതാവ് എന്നുള്ള പദവി കടന്നു വരുന്നത്. സകലത്തെ സൃഷ്ടിച്ചവൻ, അവൻ അനാദിയും ശാശ്വതമായ ദൈവമാകുന്നു. നമുക്കറിയാം മലാക്കി 2:10 വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടിതാവ് എന്ന നിലയിലാണ് അവനെ പിതാവെന്ന് അല്ലെങ്കിൽ നിത്യപിതാവെന്ന് വിളിക്കുന്നത്. എന്നാൽ പുത്രൻ നിത്യനല്ല, നിത്യജീവനുണ്ട്. ആ നിത്യജീവനോടുള്ള ബന്ധത്തിൽ ഈ പുത്രൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആത്മാവായ ദൈവം തനിക്കായി ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ രക്ഷണ്യ പദ്ധതിക്ക് വേണ്ടി താൻ തനിക്ക് വേണ്ടി, ആത്മാവായ ദൈവം തനിക്ക് വേണ്ടി ഒരു ശരീരം ഒരുക്കി. ആ ശരീരത്തിന് പറയുന്ന അല്ലെങ്കിൽ ആ ശരീരത്തിന് വിളിക്കുന്ന പേരുകളാണ് നിത്യപുത്രനല്ല, പുത്രൻ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ദാവീദിന്റെ സന്തതി, സ്ത്രീയുടെ സന്തതി, അബ്രഹാമിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുഞ്ഞാട്, ദൈവ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ വിവിധ ശുശ്രൂഷകളെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഏതെങ്കിലും വ്യക്തികളുടെ, ആളുകളുടെ ബഹുത്വത്തെ അല്ല. പദവികളുടെ ബഹുത്വം ഒരിക്കലും ആളുകളുടെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നില്ല. ഇവിടെ രണ്ട് പദവികളാണ്, ഒന്ന് പിതാവ് എന്നുള്ളതും മറ്റൊന്ന് പുത്രൻ എന്നുള്ളതും. ഈ പിതാവ് എന്നുള്ള പദവിയും പുത്രൻ എന്നുള്ള പദവിയും രണ്ട് വ്യക്തികളല്ല. ഇത് കൈകാര്യം ചെയ്യുന്നത് ഒരേ ഒരു വ്യക്തിയാണ്, സർവശക്തനായ ദൈവമാണ്. ചോദ്യത്തിന് മറുപടി ആയോ? ആയെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ തുടരാം. എനിക്ക് തോന്നുന്നു ഗീവർഗീസിന്റെ ഇത് കട്ടായി പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ ഇതിനെ ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐസയ 9 നമ്മൾ ബൈബിളിനകത്ത് മൊത്തം തപ്പിയാലും നമുക്ക് നിത്യപുത്രൻ എന്നുള്ള ഒരു വാക്യം നമുക്ക് എവിടെയും കിട്ടാനില്ല, ആർക്കും അത് കാണിക്കാനില്ല. ഓക്കെ, പക്ഷെ നിത്യപിതാവ് എന്നുള്ള ഒരു വാക്യം നമുക്ക് കാണാൻ നോക്കും. നമുക്ക് ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പുത്രൻ
ഓക്കെ, ആ നിത്യപിതാവായിട്ട് എങ്ങനെയെങ്കിലും ലിങ്ക് ഉണ്ടോ? ഏതെങ്കിലും ഒരു വചനത്തിനകത്ത് പുത്രൻ നിത്യപിതാവാണെന്ന് പറയുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഐസയ 9:6 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫോർ അൺ ടു അസ് എ ചൈൽഡ് ഈസ് ബോൺ, അപ്പൊ നമുക്കൊരു പുത്രൻ ജനിക്കപ്പെട്ടു. ഓക്കെ, അൺ ടു അസ് എ സൺ ഈസ് ഗിവൻ, അപ്പൊ നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടു. അപ്പൊ പുത്രൻ ജനിക്കപ്പെട്ട് പുത്രൻ നൽകപ്പെട്ട്, ആ പുത്രനാണ് നിത്യപിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ വർഷത്തിനകത്ത് എങ്ങനെ, ആൻഡ് ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ ആൻഡ് ഹിസ് നെയിം, ആ നെയിം, ആ പുത്രന് നൽകപ്പെട്ട നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുത്രന് നൽകപ്പെട്ട നെയിം എന്ന് ഇപ്പൊ നമ്മള് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഞാനൊന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ തന്നെ നമ്മളുടെ പേരാണ് ആക്ച്വലി നമ്മള്. ഓക്കെ, ഇപ്പം വിചാരിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ ആളുടെ പിന്നെ പേര് വിളിക്കാറില്ല, പിന്നെ പറയുന്നത് ബോഡി വന്നു എന്നൊക്കെയാ പറയുന്നത്, ഇല്ലയോ? നമ്മൾ ആ രീതിയിലല്ലേ പോകുന്നത്. അപ്പൊ ഇതിനകത്തും നമ്മൾ ഹിസ് നെയിം വിൽ ബി കോൾ വണ്ടർഫുൾ കൗൺസിലർ മൈറ്റി ഗോഡ്, എവർലാസ്റ്റിംഗ് ഫാദർ ഇവിടെ വന്നു. അപ്പം ആ പുത്രന്റെ പേര് ഓക്കെ ആണ് നിത്യപിതാവ്. അപ്പം ആ പുത്രന്റെ പേരിനെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ആ പുത്രന് എന്തിനാ പേര് നൽകപ്പെട്ടെ? ആ പേര് ആ പേര് ഉള്ള ആ സ്പിരിറ്റിനെയാണ് ആക്ച്വലി എവർലാസ്റ്റിംഗ് ഫാദർ. അപ്പം പുത്രൻ നിത്യനല്ല, പുത്രനൊരു ആരംഭമുണ്ട്, പുത്രന് ഒരു അവസാനമുണ്ട്. പക്ഷെ ഈ പുത്രന്റെ നാത്തുള്ള ആത്മാവ്, അല്ലെങ്കിൽ പുത്രനകത്ത് വസിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആത്മാവാണ് നമ്മുടെ നിത്യപിതാവും നമ്മുടെ രാജാതി രാജാവും. കറക്റ്റ്. ഓക്കെ, അപ്പം ഇനി ഗീവർഗീസ് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഇവിടെ കട്ടായ കൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് കയറിയെന്നേ ഉള്ളൂ. ഓക്കെ, ഗീവർഗീസ് ഗീവറീസ് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ, കാരണം കേൾക്കുന്നില്ല. തന്റെ സെറ്റിന് എന്തോ തകരാറുണ്ടാകും. ആഹാ, ഓക്കെ. അപ്പം ഞാൻ എന്നാ പിന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ മൂന്നാമത്തെ ചോദ്യം, ഇനി നമ്മൾ ജോസ് പാസ്റ്ററിനോട് ആ മൂന്നാമത്തെ ചോദ്യം ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പുതിയ നിയമത്തിനകത്ത്, പഴയ നിയമം നമ്മൾ കവർ ചെയ്തു, നമ്മൾ നിത്യപിതാവ് നിത്യപുത്രൻ ഇല്ലെന്നുള്ള ഒരു പോയിന്റ് കൂടെ നമ്മൾ കവർ ചെയ്തു. നിത്യപിതാവാണുള്ളത്, അത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ള കാര്യം, ബിക്കോസ് ആ സണ്ണിന്റെ പേരാണ്. അപ്പം സണ്ണിന്റെ പേരെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നാ. അപ്പം അവിടെ നമ്മൾ നിത്യപിതാവിന്റെ പേര് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ എന്റെ ചോദ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പുതിയ നിയമത്തിനകത്ത് യേശു ക്രിസ്തു എവിടെയെങ്കിലും രാജാവാണെന്നുള്ള കാര്യം സ്വയമേ പറയോ, അല്ലെങ്കിൽ ആരെങ്കിലും യേശു ക്രിസ്തുവിനോട് പറയോ, അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യുന്ന എന്തെങ്കിലും ഇതുണ്ടോ? ഇസ്രായേലിന്റെ രാജാവാണെന്നുള്ള കാര്യം യേശു ക്രിസ്തു പറയോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഭാഗങ്ങളുണ്ടോ? അതുണ്ടെങ്കിൽ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പുത്രനായി നിൽക്കുമ്പോഴത്തേക്ക് രാജാവാണെന്ന് എങ്ങനെ പറയുന്നത്? സ്വർഗത്തിൽ ഒരു പിതാവായ ദൈവം രാജാവാണെന്ന്, അത് നിത്യരാജാവാണെന്നും പറയുമ്പോൾ യേശുവിന് എങ്ങനെ രാജാവാൻ ഒക്കുന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. സൈമൺ ബ്രദർ അവസാനിപ്പിച്ചിടത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ, സൈമൺ ബ്രദർ പറഞ്ഞിരുന്നു, നമ്മൾ ആക്ച്വലി ബൈബിൾ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പേരെന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബോഡിയുടെ പേരല്ല, നമ്മുടെ ആത്മാവിന്റെ പേരാണ്. അതുകൊണ്ടാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് എന്ന് പൗലോസ് പറയാൻ കാര്യം. അപ്പൊ പേര് ഇവൻ ബിലീവർ ആണെങ്കിലും അൺബിലീവർ ആണെങ്കിലും സോൾ സ്പിരിറ്റ് എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ആ സ്പിരിറ്റിന്റെ പേരാണ്. ബോഡി സോളും സ്പിരിറ്റും മൂന്നായിട്ട് ഡീപ്പാർട്ട് ചെയ്യുമ്പോൾ ബോഡിക്ക് ബോഡി എന്ന് തന്നെ പേരേ പറയുള്ളൂ, സോളിന് പ്രത്യേക പേര് നമ്മൾ കാണുന്നത് അത് ജീവനാണ്. പക്ഷെ നമ്മുടെ സ്പിരിറ്റ് ആണ്. അപ്പൊ ഓൾഡ് ടെസ്റ്റമെന്റില് ആത്മാവായി സർവ്വപ്രപഞ്ചത്തെയും നിറഞ്ഞു നയിച്ചിരുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവിനെ സംബന്ധിച്ചാണ് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1 ശമൂവേൽ 8-ാമത്തെ അധ്യായത്തില് ശമൂവേൽ ഇസ്രായേൽ ജനമൊക്കെ അവർക്കൊരു രാജാവിനെ വേണം, ചുറ്റുമുള്ള രാജാക്കന്മാരെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം എന്ന് പറയുമ്പോ ശമൂവേൽ ഏറെ ദുഃഖിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ദൈവം പറയാണ്, നീ എന്തിനാ ദുഃഖിക്കുന്നത്? അവർ നിന്നെ അല്ലല്ലോ എന്നെ അല്ലേ തള്ളിക്കളഞ്ഞത്. ഞാൻ അവർക്ക് ആകാതിരിക്കേണ്ടതിന് അവർ നിന്നെയല്ല എന്നെ അത്ര തള്ളിക്കളഞ്ഞത്. അപ്പോൾ എന്നിട്ട് ദൈവം പറയാണ്, അവർ പറയുന്ന പോലെ ഒരു രാജാവിനെ, ഒരു ഫിസിക്കൽ കാണാൻ കഴിയുന്ന ഒരു രാജാവിനെ അവർക്ക് വാഴിച്ചു കൊടുക്കുക.
പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം ആ കാലം വരെയും ഇസ്രായേലിന്റെ രാജാവായിരുന്നത്, രാജാവിന്റെ ജോലി രാജാവ് ചെയ്തിരുന്നത് പ്രോഫറ്റ്സിലൂടെയും ജഡ്ജസിലൂടെയാണ്. പക്ഷെ രാജാവ് അപ്പോഴും യഹോവ തന്നെയായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, അതിന് 1-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം പറയുന്നത് നമുക്ക് ആ ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 32-ൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ ഗർഭം ധരിച്ച്, ഒരു ദൂതന സ്വർഗത്തിൽ നിന്ന് വരുന്ന ഏഞ്ചൽ പറയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനിക്കുന്ന ഈ ശിശു ആരായിരിക്കുമെന്ന് സ്വർഗത്തിൽ നിന്നാണ് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സർവ്വപ്രപഞ്ചത്തിലും ഒരു രാജാവേ ഉള്ളൂ, അത് യഹോവയാണ്. അപ്പോൾ ആ യഹോവയുടെ പക്കൽ നിന്ന് വന്ന ഒരു ദൂതൻ ജനിക്കാൻ പോകുന്ന ശിശുവിനെ കുറിച്ച് പറയുന്നത്, ഈ രാജാവ് ഇവൻ നിത്യ രാജാവായിരിക്കുന്നതാണ്. ഈസ് കിങ്ഡം വിൽ ബി എൻ എവർലാസ്റ്റിംഗ് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ലിറ്ററൽ സ്പിരിച്വൽ ആയിട്ട് ആത്മീയ രാജത്വമായി അനേകരിലൂടെ ധർമ്മം നിർവഹിക്കുന്ന രാജാവ് വീണ്ടെടുക്കപ്പെട്ട സകല ജനതയുമായിട്ട് ജെറുസലേമിൽ നിന്നും അവൻ ലിറ്ററൽ ആയിട്ടൊരു കിങ്ഡം സ്ഥാപിക്കും. അക്ഷരികമായിട്ട് ഒരു മില്ലേനിയൽ കിങ്ഡത്തിൽ രാജാവായിട്ട് വരുമ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റ്സിൽ പ്രോഫറ്റ്സിലൂടെ രാജത്വം അല്ലെങ്കിൽ കിങ്ഷിപ്പ് വർക്ക് ചെയ്തിരുന്ന അവൻ രാജാവായിട്ട് ലിറ്ററലി രാജാവായിട്ട് വരുമ്പോൾ അത് യേശുക്രിസ്തു ആയിരിക്കും എന്നും പറയുന്നു. അതിന് തന്നെയാണ് മുമ്പ് സൂചിപ്പിച്ച യെശയ്യാ 9:6 വചനവും പറയുന്നത്, അവൻ നിത്യരാജാവാണ്, ഗവൺമെന്റ് ഭരണം കൂടം അവന്റെ ആയിരിക്കുമെന്ന്. ഇനിയും യേശുവിനെ ഈ ചാർജ് ഉപയോഗിച്ചുകൊണ്ട് യഹൂദന്മാര് നീ ഇസ്രായേലിന്റെ രാജാവാണോ എന്ന് ചോദിക്കുമ്പോഴും നീ പറഞ്ഞു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പൊ യേശുക്രിസ്തു താൻ രാജാവല്ല എന്ന് നിഷേധിച്ചിട്ടുമില്ല. ചോദ്യത്തിന് ഉത്തരമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുമല്ല, നല്ലൊരു ഇതായിരുന്നു. എൻ്റെ ഇതില് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പീലാത്തോസ് ബോർഡ് എഴുതി വെപ്പിക്കുക. അപ്പം ജീസസ് ഓഫ് നാസറേത്ത് ദ കിങ് ഓഫ് ജൂസ്, അത് വലിയൊരു സ്റ്റാമ്പ് അല്ലെങ്കിൽ ഒരു സീല് ജീസസിന് കിട്ടാനില്ല. അപ്പം അവിടെ അവര് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു രാജ്യത്തിന്റെ ഒരു ഗവർണറായിരിക്കുന്ന ആള് രാജാവിന്റെ വില മനസ്സിലാക്കിയിട്ട് ഒരു ജീസസിന്റെ ആ ക്രോസിന്റെ മണ്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ക്രോസിൽ കയറ്റുന്നവരൊക്കെ കള്ളന്മാരാ സാധാരണ രീതി, കള്ളന്മാരും കൊള്ളക്കാരും അങ്ങനത്തെയൊക്കെ വലിയ എന്തെങ്കിലും ഇത് ചെയ്ത ഒരാളുടെ മണ്ടയ്ക്ക് രാജാവാണെന്നുള്ള രീതിയിലുള്ള ബോർഡ് വെക്കുവാന്ന് പറഞ്ഞില്ല. ഓക്കെ, അത് വലിയൊരു സീല് കിട്ടാനില്ല യേശുവിന് കിട്ടാനുള്ള. അത് നമ്മൾ മനസ്സിലാക്കുന്ന പഴയ നിയമത്തിൽ അപ്പം ഫോർ എവർ ആനന്ദം മനസ്സിലാക്കുന്നുണ്ട്. ഈ ദൂതൻ വന്നിട്ടും യേശു ക്രിസ്തു തന്നെയാണ് നിത്യ രാജാവെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കണക്ഷൻ കാണുക. അപ്പൊ റെവലേഷനകത്ത് ഇനി എന്റെ അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവുക. ഇനി ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ അതിനകത്ത്. അപ്പോ ഓൾഡ് ടെസ്റ്റമെന്റ്സിലെ യഹോവ തന്നെയാണ് ന്യൂ ടെസ്റ്റമെന്റിൽ രാജാവാകുന്നതെന്ന് നമ്മൾ കണ്ടു. അതിനെ തെളിയിക്കുന്ന ഒരു വാക്യമാണ് സെക്കറിയ 14:9 പറയുന്നത്, അന്നാളിൽ എന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് ഡേയ്സിൽ യഹോവ തന്നെയാണ് രാജാവാകുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ വളരെ ക്ലിയർ ആണ്. ഓൾഡ് ടെസ്റ്റമെന്റിലും ന്യൂ ടെസ്റ്റമെന്റിലും ഡൗട്ട്ലെസ്ലി വളരെ ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു രാജാവേ ഉള്ളൂ. അത് പഴയ നിയമ കാലഘട്ടങ്ങളിൽ യഹോവയാണ്. പുതിയ നിയമത്തിൽ മില്ലേനിയൽ കിങ്ഡം തുടങ്ങി അത് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അത് യേശുക്രിസ്തുവാണ്. ആ ലാസ്റ്റ് ഡേയ്സിൽ അത് യഹോവയായിരിക്കും എന്നുകൂടി ഓൾഡ് ടെസ്റ്റമെന്റ്സിൽ വിശ്വസിക്കുന്ന, ഇപ്പോഴും ഇസ്രായേലിന്റെ രാജാവ് യഹോവ എന്ന് വിശ്വസിക്കുന്ന യഹൂദന്മാർക്ക് വളരെ തെളിവായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന കാലത്ത് യഹോവ സർവ്വഭൂമിക്കും രാജാവാകും, അന്നാളിൽ അവന്റെ നാമം ഏകവും. പിന്നെ വേറെന്തൊരു കാര്യമുണ്ട്, അവൻ അന്നാളിൽ 14:9 ഒന്ന് ഓർക്കുന്നതെന്ന് പറയാമോ? Okay, Zechariah 14:9 പറയുന്നത്, Lord shall be king over all the earth. Okay, and in that day it shall be, the Lord is one and his name is one. Right. Okay. അപ്പം നമുക്ക് അപ്പം പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ്, പുതിയ നിയമത്തിലെ യശുവ എന്നുള്ള കാര്യം കൂടെ തെളിയുക. അന്ന് ഒരു നാമമായിരിക്കും. ആ യഹോവ തന്നെ നമ്മുടെ രക്ഷകനാണെന്നുള്ള അറിവ് അത് ആ നാളിൽ നമുക്ക് കിട്ടുകയും
യഹൂദന്മാർ വരെ എന്ന് പറഞ്ഞാൽ ആ കാലത്തിൽ രക്ഷിക്കപ്പെടാനുള്ള യഹൂദന്മാർക്ക് പോലും യേശുവാണ് നമ്മുടെ രാജാവ് എന്നുള്ള ഒരു ഇതിനെ പറ്റിയാണ് പറയുന്നത്. ഇത് നമ്മളുടെ ഒരു എൻഡ് ടൈംസിന്റെ കാര്യമാണ്. ഈ പറയുന്ന പോലെ തന്നെ മെലീനിയത്തിന്റെ എൻഡിന്റെ ഒരു സമയത്തിന്റെ ഒരു ഭാഗമാണ് ഇൻ ദാറ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പം അത് നല്ലൊരു ഇതാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു തന്നാണ് ആ രാജാവ്, പഴയ നിയമത്തിൽ പ്രഖ്യാപിച്ച ആ രാജാവ്. പക്ഷെ റെവലേഷനകത്ത്, ഇനി അടുത്ത ചോദ്യം എന്റെ അതിനാണ്, റെവലേഷനകത്ത് യോഹന്നാൻ ആരാണ് രാജാവ് എന്ന് കാണുന്നത്? അത് ഈ ചോദ്യം വിൽസൺ ബ്രദറിനോടാണ്. ഉണ്ടോ വിൽസൺ ബ്രദർ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ബാക്ക് ടു ജോയ് പാസ്റ്റർ അല്ലെങ്കിൽ ഗീവർഗീസിന് ആൻസർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആണോ? പറഞ്ഞു. ഹോസ്റ്റ് ഗീവർഗീസൻ ആണല്ലോ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. ഈ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ വിൽസൺ ബ്രദർ എന്റെ ആൻസർ പറയട്ടെ, എന്നിട്ട് ഗീവർഗീസ് കണ്ടിന്യൂ ചെയ്യാം അതിനെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നല്ലൊരു ചോദ്യമാണ്. നമ്മൾ കാണുന്നത് റെവലേഷൻസില് കർത്താവായ യേശു ക്രിസ്തു ആണ് വചനം, ദൈവത്തിന്റെ വചനം ആയിട്ട് ന്യായവിധിക്ക് വേണ്ടി കടന്നു വരുന്നത്. ഇത് പറയുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു കാര്യം നമുക്ക് ഒന്ന് ആലോചിക്കാം. നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന പഴയകാല രീതി, ഒരു 100-200 വർഷം മുമ്പേ നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു രാജാവ് തന്റെ ജനത്തെ ആദ്യം ഒരു രാജ്യത്തെ അടക്കി പിടിച്ചിട്ട് അവരെ അവിടെ പാർപ്പിക്കുകയും ആ പാർക്കുന്ന ആ ഒരു സമൂഹത്തോട് ആ രാജാവ് ഒരു നിയമം ചെയ്യും. എല്ലാവരും ആ നിയമത്തിന്റെ പാലനം ചെയ്യണം. ആ നിയമത്തിന്റെ പാലനം അവർ ചെയ്തെങ്കിൽ അവർക്ക് ഒരു നല്ല സിറ്റിസൺ ആയിട്ട് അവിടെ ജീവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആ രാജാവ് തന്നെയാണ് അവിടുത്തെ ന്യായവിധി കർത്താവെന്ന് നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് അവിടെ കാണുന്നുണ്ട്. ദാവീദും ശലോമോനും തന്റെ രാജ്യത്തിൽ നീതി നടപ്പാക്കുന്ന ന്യായാധിപന്മാരായിട്ട് അവർ ഇരിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ ബൈബിളിൽ കാണുമ്പോൾ ദൈവം നമുക്ക് പിതാവാണ് സൃഷ്ടി എന്ന ബന്ധത്തിൽ. പക്ഷേ ദൈവം നമ്മുടെ രാജാവായിരിക്കെ നമ്മളെ ന്യായം വിധിക്കുന്നവനാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കാണുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾക്കറിയാം കർത്താവ് മോശയോടാണ് ആ നിയമം ചെയ്യുകയും ആ നിയമത്തിന്റെ മധ്യസ്ഥനാക്കി തന്റെ ജനത്തിന്റെ മധ്യത്തിൽ ആക്കുകയും ചെയ്യുന്നത്. അവർക്ക് പുതിയൊരു ഭൂമിയിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവം തന്നെയാണ് അവർക്ക് വേണ്ടി ആ യുദ്ധം ചെയ്യുന്നത്. ദൈവം തന്നെയാണ് അവർക്ക് കനാൻ എന്ന ദേശം നേടിക്കൊടുക്കുന്നത്. ആ കനാൻ എന്ന ദേശത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ മോശയ്ക്ക് ആ ദേശത്തിൽ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ ദേശത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആ ന്യായപ്രമാണങ്ങളെ എല്ലാം മറക്കുകയും ആ പ്രമാണം അനുസരിച്ചുള്ള ന്യായവിധി അവർക്ക് ലഭിക്കുകയും ചെയ്തു. അവർക്ക് ആ ദേശം നഷ്ടപ്പെടുകയും അവർ ആ ദേശം വിട്ട് അകന്നു പോകുകയും ചെയ്യേണ്ട ഒരു കാര്യം ദൈവം ആദ്യമേ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവരത് പ്രമാണം മറന്ന് നടക്കുന്നത് കൊണ്ട് ഏകദേശം 70 AD നമ്മൾ കാണുന്നു അവരവിടുന്ന് മാറ്റപ്പെട്ടു. അതിന്റെ ഇടയ്ക്കും അവരെ ദൈവം പല പ്രാവശ്യം മാറ്റുകയും തിരിച്ചു വരികയും അവർ അങ്ങനെ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഒരു പുതിയ ആളാണ് ആ നിയമം ചെയ്യുന്നത്. നമ്മൾ കാണുന്നു യെരമ്യാവിന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഞാൻ ഈ ഇസ്രായേലിന് ഗ്രഹത്തോട് ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരും. അപ്പൊ നിയമമില്ലാതെ ഒരിക്കലും ന്യായം വിധിക്കുവാൻ സാധിക്കത്തില്ല. അപ്പൊ ആരാണ് നിയമകർത്താവ്? ആ പഴയ നിയമത്തിലെ യഹോവയായ ദൈവം തന്നെയാണ് ആ നിയമകർത്താവ്. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 33-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്. അതായത് നിയമദാതാവ് എന്നാണ്, ലോ ഗിവർ എന്നാണ് ഇംഗ്ലീഷിനകത്തുള്ളത്. യഹോവ നമ്മുടെ രാജാവ്, അവൻ നമ്മെ രക്ഷിക്കും. അപ്പൊ രക്ഷിക്കുന്നവൻ വേറെ ആരുമല്ല, യഹോവ തന്നെയാണ് ഇസ്രായേലിനെ രക്ഷിക്കുന്നത്. യഹോവ തന്നെയാണ് ആ നിയമം നൽകുന്നത്. പുതിയ നിയമവും നൽകുന്നത് വേറെ ആരുമല്ല, ആ ഒരേ ദൈവം തന്നെയാണ് ആ നിയമം തരുന്നത്. പക്ഷെ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ
നിങ്ങളിൽ എൻ്റെ ആത്മാവിനെ അയക്കുകയും സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ആ ആത്മാവിന്റെ വരവ് തന്നെയാണ് അവരിൽ ആ നിയമം എഴുതപ്പെടുകയും ആ നിയമത്തിന്റെ അനുസരിച്ചാണ് അവർ അവിടെ പ്രവൃത്തി ചെയ്യുകയും ചെയ്തത്. പിന്നീട് നമ്മൾ കാണുന്നു റെവലേഷൻസ് നമ്മൾ 19-ാമത്തെ അധ്യായത്തിൽ കടന്നു പോകുമ്പോൾ യഹോവ എങ്ങനെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, 60 മുതലുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് കാണുവാൻ സാധിക്കും എങ്ങനെ യഹോവയാണ് ന്യായം വിധിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത്. അതുപോലെ തന്നെയാണ് റെവലേഷൻസിൽ യേശു കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ റെവലേഷൻസിൽ ഞാൻ തന്നെ ആദ്യനും അന്ത്യനും, ഞാൻ തന്നെ സർവശക്തൻ, ഞാൻ തന്നെ ആ സർവശക്തനായ ദൈവമെന്ന് ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ കർത്താവ് യോഹന്നാന് വെളിപ്പെടുത്തുന്നു. എന്നിട്ട് ന്യായം വിധിക്കുവാൻ വരുന്ന തന്റെ ജനത്തിനു വേണ്ടിയുള്ള ആ കാര്യത്തെ നമുക്ക് 19 മുതലുള്ള അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ വചനം സർവ മഹത്വത്തോടെ കടന്നു വരുന്ന യേശു ക്രിസ്തുവിനെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും രാജാവാണ്. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ വായിക്കുന്നു യഹോവ എന്നേക്കും രാജാവാണ്. ഈസ് എ കിങ് ഫോർ എവർ എന്നാണ് പറയുന്നത്. അല്ലാതെ ഇന്ന് മാറി വേറെ ഒരുത്തനെ അവിടെ ഇരുത്തുന്ന അല്ല യഹോവ, അല്ലെങ്കിൽ ഏക സത്യ ദൈവം, ആത്മാവായ ദൈവം. ആ ആത്മാവായ ദൈവം തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ വന്നത് സർവഭൂമിക്കും രാജാവാകുവാൻ. അതായത് സക്രിയാവ് പുസ്തകത്തിൽ പറഞ്ഞത് മാതിരി സർവഭൂമിക്കും രാജാവാകണമെങ്കിൽ അവൻ മനുഷ്യൻ, വേഷത്തിൽ മനുഷ്യനായി തന്റെ പുത്രന്മാരെ പോലെ സദൃശ്യനായി കടന്നു വരും. അപ്പോൾ ഈ എന്തിൽ നിന്നുമാണ് ഈ ഒരു വിജയം നേടിയിരിക്കുന്നത്? അതാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ശത്രുവിനെ തോൽപ്പിക്കാൻ. ഏത് ശത്രുവിനെയാണ് തോൽപ്പിച്ചത്? സാത്താൻ എന്ന ശത്രുവിനെ. അവൻ എന്തിന്റെ അധികാരമായിരുന്നു ഉള്ളത്? മരണത്തിന്റെ അധികാരമായിരുന്നു ഉണ്ടായിരുന്നത്. ഏത് മരണമാണ് ഏത് മനുഷ്യന്റെയും അന്ത്യത്തിലുള്ള ആ ഒരു തോൽവി. ആ തോൽവിയിൽ നിന്നും വിജയിപ്പിക്കുവാൻ, ആ യുദ്ധത്തിൽ നിന്നും വിജയിപ്പിക്കുവാൻ, തന്റെ പുത്രന്മാരെ വീണ്ടെടുക്കുവാൻ, തന്റെ പുത്രന്മാരെ പോലെ ജഡവും രക്തവും ആയി പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ജയിക്കുവാൻ ഈ സാത്താനെ, ആദിയിലുള്ള സർപ്പത്തിനെ, തന്റെ മരണത്തിന്റെ അധികാരി ആയിരുന്നവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെ അധികാരത്തെ വീണ്ടെടുക്കുവാനും ഇനിയുള്ളവരെ, രക്ഷയിലില്ലാത്തവരെ ഇനി ന്യായം വിധിക്കുവാൻ വേണ്ടി ആ യഹോവയായ ദൈവം തന്നെ, ആ വചനമായ ദൈവം തന്നെ, ആ യേശു ക്രിസ്തുവായി വെളിപ്പെട്ട ദൈവം തന്നെ ഇനിയും വെളിപ്പെടും എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, താങ്ക് യു വിൽസൺ ബ്രദർ. വിൽസൺ ബ്രദർ പറഞ്ഞ പോലെ, അതായത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി, അതായത് പിതാവായ ദൈവം മനുഷ്യരായിട്ട് വെളിപ്പെടുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിൽ നമുക്ക് നേടുന്നത്. അതുപോലെ തന്നെ അവൻ രക്ഷയ്ക്കായി രാജാവായി വന്നു, അതായത് പുത്രന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ രാജാവായി കിടന്നു വന്നതെന്ന് വിൽസൺ ബ്രദർ ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. അപ്പോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെ കണ്ടു. പുസ്തകം തുറപ്പാനും നോക്കുവാനും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുന്നവനാണെങ്കിൽ യോഗ്യനായി ആരെയും കാണായക കൊണ്ട് ഞാൻ കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോ ഈ തൃത്തക്കാരുടെ ഭാഷയിൽ പറയുമ്പോ പിതാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവിടെ ഒരു രാജാവിനെ നമ്മൾ കാണുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു രാജാവ്. അപ്പോ അവിടെ പറഞ്ഞിരിക്കുകയാണ്, പുസ്തകം തുറക്കുവാനായിട്ട് യോഗ്യനായ
ദാവീദിന്റെ പേരുമായവൻ പുസ്തകം തുറക്കുവാൻ 7 മുദ്ര തുറപ്പാൻ തക്കോണം ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ കാണുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു 2 പേരുടെ സാന്നിധ്യം ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും തൃത്തക്കാർ പറയുന്നത് ഇവിടെ 2 പേരുള്ളെങ്കിൽ മാത്രമേ ഈ പുസ്തകം തുറക്കാനും ഒരാൾ വേണം, സിംഹാസനത്തിൽ ഇരിക്കുവാനും ഒരു രാജാവ് വേണം. അപ്പം ഇത് സത്യത്തിൽ ഒരു പിതാവിനെയും പുത്രനെയാണോ ഈ വാക്യം കൊണ്ട് എത്തിക്കുന്നത്, അല്ലെങ്കിൽ പിതാവും പുത്രനും എന്ന ഒരാളത്വത്തിലേക്കാണോ ഈ വാക്യം കൊണ്ട് നമ്മൾ എത്തിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആർക്കെങ്കിലും അതിന് ഉത്തരം നൽകാൻ കഴിയുമെങ്കിൽ ശരി. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലായോ? Praise the Lord. ഈ ഒരു റെവലേഷൻ 5 ഉള്ള ആ ഒരു കാര്യം, അവിടെ വയോധികനായവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. കുഞ്ഞാടായവൻ 7 കൊമ്പും 7 കണ്ണുമായി കടന്നു വരുന്നു. 7 കൊമ്പും 7 കണ്ണുകളും ദൈവത്തിന്റെ ആത്മാക്കൾ, ദൈവത്തിന്റെ സർവഭൂമിയിലും പ്രവൃത്തി ചെയ്ത ആത്മാക്കളെ ദർശിപ്പിക്കുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തെ കാണുന്നത് ഒരു വിഷനായിട്ടാണ് കാണുന്നത്. വിഷനായിട്ട് കാണുമ്പോൾ ആത്മാവിലാണ് കാണുന്നത്. ഒരു മനുഷ്യൻ കാണുന്ന പോലെ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെ അല്ല അവിടെ കാണുന്നത്. ബേസിക്കലി ഫിസിക്കൽ ഒബ്ജക്റ്റിനെ കാണാത്ത ഒരു സാഹചര്യമാകുമ്പോൾ അത് 2 ഫിസിക്കൽ പേഴ്സൺസ് ആണെന്ന് പറയുന്നത് വളരെ ഒരു ബാലിശമായ ഒരു പ്രസ്താവനയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ് അവിടെ യോഹന്നാനോട് സംസാരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവിടുത്തെ പ്രത്യക്ഷതയെ പറ്റി പറയുമ്പോൾ അവിടെ വയോധികനെ പോലെ ഇരിക്കുന്നവൻ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. വയോധികനെ പോലെയും ഇരിക്കുന്നു, അവന് ചുവപ്പ് നിറമുള്ള പ്രകാശവും അവനിൽ നിന്നുമുണ്ട്. അപ്പോൾ വയോധികൻ എന്ന് വെച്ചാൽ അവന്റെ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ബന്ധത്തിൽ, അല്ലെങ്കിൽ അവന്റെ രാജ്യത്വത്തിന്റെ ബന്ധത്തിൽ, അല്ലെങ്കിൽ അവന്റെ ഗ്ലോറി കാണിക്കുന്നു. വെളുത്ത പ്രകാശം വരുന്നു, വെളുത്ത മുടി, വെളുത്ത പ്രകാശം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമുള്ള ഒരു പ്രസ്താവനയാണ്. പക്ഷെ അവിടെ ചുമപ്പ് കളറും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെവലേഷൻ മൊത്തം നോക്കുമ്പോൾ ദൈവവും കുഞ്ഞാടുമായവന്റെ സിംഹാസനം, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം എന്ന് പറയുമ്പോൾ ദൈവവും അവൻ കുഞ്ഞാടും ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സിംഹാസനത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ മാത്രമേ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നുള്ളൂ. തൃത്വക്കാരെ സംബന്ധിച്ചോളം പിതാവിന്റെ മടിയില പുത്രൻ ഇരിക്കുന്നത്. അവർ മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ബോസം എന്നുള്ള വേർഡിനെ അവർ മടി എന്ന് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് തന്നെ അവർ പാടുന്നു. അപ്പോൾ നമ്മൾ 5-ൽ കാണുന്നത് 2 വ്യക്തികളെ അല്ല അവിടെ കാണുന്നത്, 2 ആത്മീയ വരങ്ങൾ, അതായത് ഒരേ ദൈവത്തിന്റെ 2 ആത്മീയ പ്രവർത്തനങ്ങളെയാണ് കാണുന്നത്. ഒന്ന് ദൈവത്തിന്റെ സൃഷ്ടിയെ അവിടെ ദർശിപ്പിക്കുന്നു, ഒന്ന് ദൈവത്തിന്റെ രക്ഷാ പ്രവർത്തനത്തെ അവിടെ ദർശിപ്പിക്കുന്നു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1-ാമത്തെ അധ്യായത്തിൽ ദൈവം നടന്നതെല്ലാം യോഹന്നാനെ കാണിച്ചു തരുവാൻ, ഇനി നടന്നതും ഇനി നടക്കുവാൻ പോകുന്നതുമാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. നടന്നത് എന്താണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്? 5-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വീകരണമാണ് അവിടെ കാണിക്കുന്നത്. രക്ഷയുടെ വേല ചെയ്ത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ മടങ്ങിയിട്ടില്ല. ആ മടങ്ങി വരുന്ന ആ ഒരു രംഗമാണ് അവിടെ കാണിക്കുന്നത്. മഹത്വപ്പെടുന്ന, അതായത് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പറയുന്ന മഹത്വീകരണത്തിന്റെ ആ ഒരു ദൃശ്യമാണ് നമുക്ക് അവിടെ കാണുന്നത്. രക്ഷയുടെ വേല ചെയ്ത ആത്മീയ പ്രവർത്തനം, ദൈവത്തിന്റെ ആത്മീയ പ്രവർത്തനം, ദൈവം ആയി എപ്പോഴും ഇരിക്കുന്നവനും വരുന്നവനും വരുവാനിരിക്കുന്നവനും ആണ് അവിടെ രണ്ട് പ്രത്യക്ഷതകളെ അവിടെ നമുക്ക് കാണുന്നത്. അത് 2 ആത്മീയ പ്രത്യക്ഷതകളാണ്. അത് ശരീരമായി മനുഷ്യന് കാണുവാൻ പറ്റുന്ന രീതിയിൽ ദൈവം അവിടെ കാണിക്കുന്നു എങ്കിൽ പോലും അത് ഒരു ആത്മീയ ദർശനമാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഇരിക്കെ 2 ആത്മീയ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ 2 ആത്മീയ വെളിപ്പാടുകളാണ് അവിടെ കാണുന്നത്.
ആ വെളിപ്പാട് ആ സമയം മാത്രമേ യോഹന്നാന് കാണുവാൻ സാധിക്കത്തുള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പൗലോസ് കണ്ട മഹത്വത്തിന്റെ പ്രത്യക്ഷത കണ്ട് കണ്ണ് ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ കാഴ്ച ഇല്ലാതായിപ്പോയി. അത് കഴിഞ്ഞ് മഹത്വത്തിന്റെ പ്രത്യക്ഷത കണ്ടവർ രണ്ടല്ല കണ്ടിട്ടുള്ളത്, ഒരേ ഒരു മഹത്വമുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് മഹത്വീകരണത്തിന് മുൻപ് ഉള്ള ആ ഒരു കാര്യത്തെയാണ് അവിടെ കാണിക്കുന്നത്. ആ മഹത്വീകരിക്കപ്പെട്ട ശേഷം അവിടെ 24 മൂപ്പന്മാരും അവിടെ കർത്താവിന് ആരാധന, കുഞ്ഞാടിന് അവിടെ ആരാധന കൊടുക്കുന്നു. ആരാധന വേറെ ആർക്കും ഇല്ല, ദൈവമായ ഏക കർത്താവിന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് അവൻ ദൈവവുമാണ്, അവൻ കുഞ്ഞാടുമാണ്. ആ ഒരു രണ്ട് ആത്മീയ പ്രത്യക്ഷതയാണ് അവിടെ 5-ാമത്തെ ആ അധ്യായത്തിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. താങ്ക് യു. വിൽസൺ ബ്രദർ പറഞ്ഞതുപോലെ, അതായത് രണ്ട് ആത്മീയ ദർശനങ്ങളാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. ഒന്നവൻ മനുഷ്യനായി നിന്നുള്ള ആ വെളിപ്പാടും അവൻ ദൈവികമായ വെളിപ്പാടും, രണ്ട് തരത്തിലുള്ള വെളിപ്പാടുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അവൻ വീണ്ടെടുത്തതിന്റെ ആ ഒരു ഭാഗവും രണ്ടും യോഹന്നാനെ അവിടെ കാണിക്കുന്നു. എല്ലാം വെളിപ്പാടുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അവിടെ പുസ്തകം തുറക്കുവാൻ യോഗ്യനുള്ളത് യേശുക്രിസ്തു. അവൻ മനുഷ്യനായി നിന്ന് ജയിച്ചു എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായി വെളിപ്പെട്ട് ജയിച്ചു എന്നതിനെയാണ് അത് കാണിക്കുന്നതെന്ന് വിൽസൺ ബ്രദർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ 19:6 നമ്മൾ വായിക്കുന്നുണ്ട്, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്ന്. ഇപ്പൊ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്നിവിടെ പറയുന്നത് പിതാവാണോ പുത്രനെ കുറിച്ചാണോ ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് അടുത്ത ചോദ്യമുള്ളത്. അപ്പം ഈ പുത്രനെ കുറിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ പുത്രനായിരിക്കുമല്ലോ രാജാവ്. അപ്പം പിതാവായ ദൈവം റിട്ടയർഡ് ചെയ്യേണ്ടി വരത്തില്ലേ? കാരണം രാജാവായി കഴിയുമ്പോഴത്തേക്കും. അപ്പം അത് അടുത്ത ഒരു സെറ്റിൽമെന്റ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പുത്രൻ പിതാവിന് കൊടുക്കുകയാണല്ലോ രാജ്യം. അങ്ങനെയാവുമ്പം പുത്രന് പിന്നെ എന്താണ് റോള്? അതാണ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം. തത്വക്കാരെ സംബന്ധിച്ചിടത്തോളം പുത്രനെല്ലാം രാജ്യം പിതാവിനെ ഏൽപ്പിക്കുമെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം? ആർക്കെങ്കിലും ഒന്ന് വിശദീകരിക്കാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. നല്ല ഒരു ചോദ്യമാണ്. വെളിപ്പാട് പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. സർവശക്തിയുള്ള ഒരു ദൈവമായ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയും, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവനും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും എന്ന് പറയാണ്. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ ഇരുന്നവൻ, അതായത് ഓൾഡ് ടെസ്റ്റമെന്റ് കാലത്തിൽ യഹോവയായിട്ടിരുന്നവനും ഭൂമിയിൽ യേശുക്രിസ്തു ആയിരുന്നവനും ഇനി വരുവാനുള്ളവനും ആയിരിക്കുന്ന ഒരേ ഒരുവൻ, അവൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. ഓൾ മൈറ്റി ഗോഡ് എന്നാ പറയുന്നത്. ഈ ഓൾ മൈറ്റി ഗോഡിനെയാണ് 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ യേശുക്രിസ്തു തന്നെയാണ് സർവശക്തനായ ഏക സത്യ ദൈവം. അവൻ പഴയ നിയമത്തിൽ യഹോവയായി പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും ഭരണം നടത്തി. പുതു നിയമത്തിൽ ആ ഭരണപ്രകാരം അവൻ ഉണ്ടാക്കുന്ന രാജ്യത്തിൽ അവൻ ഭരിക്കാനിരിക്കുന്ന ഒരു ജനതയെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നരകത്തിന്റെ തീയിൽ നിന്നും മരണത്തിന്റെ ഭയത്തിൽ നിന്നും വീണ്ടെടുത്തിട്ട് അവരോടുകൂടി ഇരുന്ന് രാജാവായി അവൻ വസിക്കുമ്പോൾ അവൻ ആരാണ് എന്നുള്ളതാണ് അതിന്റെ ഈ വ്യക്തി തന്നെയാണോ, യേശുക്രിസ്തു തന്നെയാണോ എന്നറിയണമെങ്കിൽ ആ 1-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇവിടെ പറയുന്ന സിംഹാസനത്തിൽ 5-ാമത്തെ അധ്യായത്തിലോ ഇരിക്കുന്ന, അല്ലെങ്കിൽ 4-ാമത്തെ അധ്യായത്തിൽ തുടങ്ങി സിംഹാസനാരൂഢനായി കാണുന്ന ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ തന്നെ കുഞ്ഞാട് എന്ന് പറയുന്ന അവന്റെ വീണ്ടെടുപ്പ് മിനിസ്ട്രിയാണ്. അപ്പൊ വീണ്ടെടുപ്പ് മിനിസ്ട്രി പൂർത്തീകരിച്ചിട്ട് വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ അവകാശത്തെ സംബന്ധിച്ച്
ഉള്ള കാര്യങ്ങൾ ആണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് സമയമുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ പുസ്തകം, എന്താണ് ഈ പുസ്തകത്തിനകത്തുള്ളത് എന്നുകൂടി നമുക്കൊന്ന് എല്ലാവർക്കും കൂടി ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് ഒരു അവസരം ഉണ്ടാകണം. ആ പുസ്തകം വളരെ വിലപ്പെട്ട ഒരു പുസ്തകമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കൈവശം ഇരിക്കുന്നത്. ആ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്താണെന്ന് അറിയണമെങ്കിൽ മാത്രമേ നമുക്ക് അത് ആർക്കാണത് പൊട്ടിക്കാനുള്ള യോഗ്യതയുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്നുള്ള നിലയിൽ വെളിപ്പാട് പുസ്തകം 19 കാണുന്ന അതേ സർവശക്തിയുള്ള കർത്താവായിട്ട് ആണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ തന്നെയാണ് സർവശക്തനായ കർത്താവ് എന്ന് വെളിപ്പാട് 1:8 പറയുന്നു. 1:18 അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ കർത്താവ് തന്നെ പറയുന്നു. അത്രയും കൊണ്ട് അതിന് ഉത്തരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ജോസഫ് പാസ്റ്ററെ. അപ്പോൾ നമ്മൾ കണ്ടു, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനുള്ള സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നവിടെ കാണുമ്പോൾ നമുക്ക് ഒരു സർവശക്തരേ ഉള്ളൂ. പുത്രത്വം ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പുത്രൻ എന്ത് ചെയ്യത്തില്ല, രാജ്യം പിതാവിനെ ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് ആ രക്ഷണ്യ വേലയാണ് അത് കാണിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രക്ഷണ്യ വേലയെ തികയ്ക്കുവാൻ വേണ്ടി ഉള്ള ആ കാര്യത്തെക്കുറിച്ചാണ് ആ രാജ്യം തിരികെ ഏൽപ്പിക്കും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും നമ്മൾക്ക് മനസ്സിലായി കാണും, നമുക്ക് ഒരേ ഒരു രാജാവേ ഉള്ളൂ, അത് യഹോവയായ ദൈവമാണ്. ആ യഹോവയായ ദൈവം മനുഷ്യനായി തീർന്നതാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഏക സത്യ ദൈവം, അവൻ യേശുക്രിസ്തുവാണ്. അവൻ എങ്ങനെയാകുന്നു ഏക സത്യദൈവം? ഏക പിതാവേ ഉള്ളൂ, അത് നിത്യപിതാവാണ്, നിത്യപുത്രനില്ല എന്നുള്ള കാര്യവും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെയും ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.